ഒക്കെ ഉണ്ട്. അതൊക്കെ മലപ്പുറത്തൊരു ഷോപ്പിംഗ് മോൾ അതൊക്കെ ഇനി ചലിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ സിനിമയിൽ സജീവമാണ്. ദിലീപിന്റെ സ്റ്റാർഡം ആണല്ലോ, അല്ലെങ്കിൽ ദിലീപിന്റെ സ്റ്റാർ വാല്യൂവിലാണല്ലോ ബാക്കി ഈ പറയുന്ന മറ്റ് ബിസിനസ്സുകളൊക്കെ നടന്നു പോകുന്നത്. ഇപ്പൊ നമ്മള് സരോജ് കുമാറിന്റെ സിനിമയിൽ പറയുന്ന പോലെ എന്റെ മുഖം കണ്ടാൽ പ്രവാസികൾ 2 പൊറോട്ടയും 2 പപ്പടവും മേടിച്ച് കഴിക്കുന്നു സരോജ് കുമാർ പറയുന്നുണ്ട്. ഒരു പക്ഷേ അത് മോഹൻലാലിന്റെ കിച്ചൺ ട്രഷർ എന്ന് പറയുന്ന ബ്രാൻഡിനെ അന്ന് കളിയാക്കിയതായിരിക്കും. കിച്ചൺ ട്രഷർ എന്ന് തോന്നുന്നു. അന്ന് മോഹൻലാലായിരുന്നു കറിപ്പൊടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. ഇയാൾക്കൊരു സ്റ്റാർ വാല്യൂ ഉണ്ടെങ്കിലേ ഇയാളുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ പച്ചപിടിക്കുള്ളൂ, അല്ലെങ്കിൽ അതിലേക്ക് ആളുകൾ ആകൃഷ്ടരാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ദിലീപേട്ടന്റെ കട എന്ന് പറഞ്ഞാൽ അവിടെ പോയി എന്തെങ്കിലും കഴിക്കാൻ തോന്നുള്ളൂ. ഇയാൾക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉള്ളതെങ്കിൽ ഈ ദേപുട്ട് എന്ന് പറയുന്ന കടയിലൊന്നും ആള് കയറില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ദേപുട്ടിന്റെ ഈ പറയുന്ന നടത്തിപ്പവകാശമൊക്കെ ദിലീപ് വിറ്റു എന്നാണ് കേട്ടത് കേട്ടോ. എനിക്ക് ഉറപ്പില്ല, പക്ഷെ അങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ദിലീപിന്റെ ബിസിനസ്സുകൾ ദിലീപിന് സ്റ്റാർ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് അനുകൂലമായിട്ട് നിൽക്കൂ. അല്ലെങ്കിൽ അത് കൊടുത്തൊഴിവാക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറുക എന്നുള്ളതേ രക്ഷയുള്ളൂ. അല്ലെങ്കിൽ അത് വിപരീത ഫലം സൃഷ്ടിക്കും. എന്തായാലും ഞാൻ പറയാം അഞ്ജന, ദിലീപിന് എളുപ്പമാവില്ല കാര്യങ്ങൾ. എളുപ്പമാവില്ലെന്ന് മാത്രമല്ല, ദിലീപിനെ പുറത്താക്കാൻ അല്ലെങ്കിൽ ദിലീപിനെ ആ 7 അയലത്ത് അടുപ്പിക്കാതെ ജയിലിലേക്ക് തന്നെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാനുള്ള പണികളുമായിട്ട് വലിയൊരു വിഭാഗം ആളുകൾ രംഗത്തുണ്ട്. അവർ പ്രബലരാണ്. പണ്ടൊക്കെ ചെറിയ തുടക്കക്കാരായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവരൊക്കെ ഈ 8-8 വർഷം കൊണ്ട് പ്രബലരായിട്ടുണ്ട്. നല്ല സാമ്പത്തികമായിട്ടുള്ള ബാക്കപ്പ് ഉണ്ട് അവർക്ക്. പൊതുസമൂഹത്തിൽ വലിയൊരു വിഭാഗം ദിലീപിനെതിരാണ്, അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗിനൊപ്പമാണ്. സ്വാഭാവികമായിട്ടും ദിലീപിന് ഇനിയും തുടരെ അടി കിട്ടാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമായിരിക്കില്ല ദിലീപിന് മുന്നോട്ടുള്ള പോക്ക്. എന്ന് മാത്രമല്ല, സിനിമകൾ ബഹിഷ്കരിക്കണം, സിനിമകൾ പരാജയപ്പെട്ടാലേ ദിലീപിനുള്ള ശിക്ഷ കിട്ടൂ എന്ന മട്ടിലൊക്കെയുള്ള ക്യാമ്പയിനുകൾ വരുന്നത് സത്യം പറഞ്ഞാൽ ദിലീപിനെ നിന്ന് തിരിയാൻ, ഇനിയും ദിലീപിനെ നോവിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള വലിയൊരു നീക്കമായിട്ടേ കാണാൻ കഴിയൂ. എന്നാലോചിച്ച് നോക്കൂ, ദിലീപ് കുറ്റവിമുക്തനായി. നിയമത്തിന്റെ ഭാഷയിലാണെങ്കിൽ ദിലീപ് സ്വതന്ത്രനാണ്. അയാളെ ഇനി കുറ്റാരോപിതനെന്ന് പോലും നിയമപരമായി വിളിക്കാൻ പാടില്ല, പ്രതിയെന്ന് അഭിസംബോധന ചെയ്യാൻ പാടില്ല. അദ്ദേഹം ജനപ്രിയ നായകൻ എന്ന് ഹാഷ്ടാഗിലുള്ള അല്ലെങ്കിൽ ആ ഒരു കോട്ടിനുള്ളിൽ നിൽക്കേണ്ട ആളാകേണ്ടതാണ്. പക്ഷെ ഇവിടെ കുറ്റവിമുക്തനായി പുറത്തിറങ്ങിയിട്ടും ദിലീപിനെ ഭാഗ്യം രക്ഷിക്കുന്നില്ല, സമൂഹം പിന്തുണയ്ക്കുന്നില്ല, സിനിമാ മേഖല പിന്തുണയ്ക്കുന്നില്ല, സർക്കാർ നേരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു എന്ന് പറയുമ്പോൾ ഇനിയുള്ള മുന്നോട്ട് പോക്കിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ദിലീപ്. ഒറ്റയ്ക്ക് തന്നെയുള്ള പോരാട്ടമായിരിക്കും പലപ്പോഴും നടത്തേണ്ടി വരിക എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.